നമസ്കാരം, ഞാൻ ശ്രീദേവി. എല്ലാവരും സുഖമായിട്ടിരിക്കാതിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, നമ്മളിപ്പോൾ ഉള്ളത് US-ലാണ്. ഫാമിലിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു 10 ഡേയ്സിൻ്റെ ട്രിപ്പ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിർത്തിയത് നമ്മൾ ഒക്ലഹോമ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുന്നതാണ് നിർത്തിയത്. ഒക്ലഹോമയിൽ നമ്മൾ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മിക്കവാറും ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എനിക്കങ്ങനെ എല്ലാ ഫുഡുകളും അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മഫിൻസും അങ്ങനെ ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനെ കേട്ടിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിള്ളേർ പിന്നെ ഒരുവിധം എല്ലാം കഴിക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ പുറപ്പെടാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. കയറുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ കുട്ടികളും ഹോട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ കാപ്പിയൊക്കെ എടുത്തിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ തന്നെ തിരിച്ചു വരും കേട്ടോ. പക്ഷേ ഈ കുട്ടികളായിട്ട് പോകുന്നതല്ലേ, നമുക്ക് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യണമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് റിവേഴ്സ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് റിവേഴ്സ് സ്പോട്ട് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല. അത്യാവശ്യം റിവറിൻ്റെ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളവിടെ വന്ന് അവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തപ്പോഴാണ് നമ്മൾ ഏകദേശം മനസ്സിലാക്കിയത്. നമ്മളെല്ലാവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ ഏകദേശം ഒരു നീലമയമായിരുന്നു. അകത്തോട്ട് കയറിയപ്പോഴാണെങ്കിലും ഇവിടെയും ഒരു ബ്ലൂ മയമായിരുന്നു കേട്ടോ. മൊത്തത്തിലൊരു ബ്ലൂ മയമായിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മളെ ലൈഫ് ജാക്കറ്റും അതുപോലെ തന്നെ ഹെൽമെറ്റും എല്ലാം ഇട്ട് അവർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരാളുടെ ഹെൽമെറ്റിൽ അവർ ക്യാമറയും കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ സെറ്റാക്കി തരുന്ന പരിപാടിയാണ്. പിന്നെയുള്ളതെല്ലാം നമുക്ക് ആ ക്യാമറയിൽ കാണാമായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ ഈ പറഞ്ഞ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും റിസ്ക് എടുത്ത് നമ്മുടെ ഗാഡ്ജറ്റെല്ലാം കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും പിന്നെ എടുത്തില്ല കേട്ടോ. നമ്മളെല്ലാം അവിടെ വെച്ചിട്ടാണ് പോയത്. പിന്നെയുള്ള ഈ ക്ലിപ്സ് എല്ലാം നമുക്ക് പിന്നെ കിട്ടിയിരിക്കുന്നത് ആ ഹെൽമെറ്റിൽ വെച്ചിരിക്കുന്ന ക്യാമറ വഴിയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് രണ്ട് ബോട്ട് എന്നാണ് പറയണതെന്ന് തോന്നുന്നു. ഇതിലാണ്. കാരണം നമ്മൾ ഇത്രയും പേരും കൂടി ഒരെണ്ണത്തിൽ കയറില്ലല്ലോ. അപ്പം അവർ എന്താ പറയുക, അതുപോലെ തന്നെ അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള പെഡൽ വെച്ചിട്ട് തുഴയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടോ. അവർ പറയുമ്പോൾ പെഡൽ നേരെ വെക്കണം, അവർ പറയുമ്പോൾ ഇറങ്ങിയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ 4 പിള്ളേരും അതുപോലെ തന്നെ ചേട്ടനും കൂടി ഒരെണ്ണത്തിലാണ് കയറിയത്. അപ്പോൾ ചേട്ടൻ്റെ ഹെൽമെറ്റിലാണ് ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നതും ഇവരുടെ ഒരു ക്ലിപ്സാണ് കേട്ടോ. പിന്നെ ബാക്കി ഞാനും സനോജി, പപ്പ, മമ്മി, ചേച്ചി എല്ലാം കൂടിയിട്ട് വേറൊരു ഇതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനകത്ത് നല്ല ഡീപ്പായിട്ട് വന്ന് വെള്ളം സ്പ്ലാഷ് ചെയ്യും. വലിയ കുഴപ്പമൊന്നും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചൊന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നമ്മൾ മുഴുവനായിട്ട് നനയുന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വേവ്സും കാര്യങ്ങളും വരുമ്പോൾ ഇങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എന്താ പറയുക, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറച്ചു നേരം സച്ചു തുഴയാനൊക്കെ നോക്കിയതിന് ശേഷം അവളെ കൊണ്ട് അത് നടക്കില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ സാധനം എടുത്തിട്ട് അവർ വാങ്ങി വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ച് സ്ലോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ തട്ടി അതിങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് മൊത്തത്തിലേക്ക് വെള്ളത്തിലോട്ടൊന്നും സ്പ്ലാഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ പോയപ്പോൾ അങ്ങനെ അത്ര വലിയ കുഴപ്പമില്ല. പിന്നെ ഉണ്ടല്ലോ, അവർ നമ്മളോട് ചോദിച്ചായിരുന്നു ഫൺ വേണോ ക്രേസി വേണോ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. നമ്മൾക്ക് അങ്ങനെ കൂടുതലറിയില്ല. നമ്മൾ ക്രേസി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് നനയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലൊക്കെ ഇരുന്നത്. പക്ഷേ ആദ്യത്തെ റൗണ്ട് എനിക്കൊന്നും ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഒരെണ്ണത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും മൊത്തത്തിൽ വന്നിങ്ങനെ ഒരൊറ്റ ഇടുന്ന പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് മൊത്തത്തിൽ വെള്ളം സ്പ്ലാഷ് ചെയ്യും. മൊത്തം ബോട്ടിലോട്ട് തന്നെ വെള്ളം കയറി വരും. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, വെള്ളമല്ല, നമ്മൾ അങ്ങോട്ട് ഒന്ന് ചെരിഞ്ഞു പോയി താഴെ വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഹെൽമെറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്ലിപ്സ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ വെക്കുന്ന ആംഗിളല്ലല്ലോ, അത് ഒരു ആംഗിൾ അങ്ങനെ കിട്ടുകയാണല്ലോ. കാരണം ഇവിടെയൊക്കെ വരുമ്പോഴേക്കും നമുക്കിങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് സ്പ്ലാഷ് ചെയ്ത് നമ്മുടെ എന്താ പറയുക അകത്തോട്ടും ഒക്കെ വെള്ളം നന്നായിട്ട് തെറിപ്പിക്കും കേട്ടോ. ഈ പറഞ്ഞ പോലെ 2 റൗണ്ട് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. രണ്ടാമത്തെ റൗണ്ടിലേക്ക് ഞങ്ങൾ കടന്ന സമയത്ത് ഞങ്ങളെ അതായത് ഞാനൊക്കെ കയറി ചെയ്തായിരുന്നു കേട്ടോ ഫസ്റ്റ് പോയിരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇവർ വരുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, അന്ന് അവരെയും കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാനായിട്ടുള്ള സംവിധാനം ഒരുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവർ ജോയിൻ ചെയ്തു. അപ്പോൾ അതാണ് കേട്ടോ ക്യാമറ ഉള്ളത്. ഇതിനകത്തും നമ്മൾ അപ്പുറത്തേലാണ് ഇരിക്കുന്നത്. പിന്നെ ഒരുമിച്ച് എന്നല്ല, ഏകദേശം ഒരു
തൊട്ടു അതായത് ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണ് ഈ പിള്ളേരുടെ ബഹളം എന്താണെന്നുള്ളത് നമുക്ക് നേരത്തെ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നടക്കുന്നതെന്നുള്ളത് അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സെക്കൻഡ് റൗണ്ട് എത്തിയപ്പോഴേക്കും നമുക്ക് കാണാമായിരുന്നു ഇവർ ഫ്രണ്ടിൽ പോകുന്നു, ഞങ്ങൾ തൊട്ട് പുറകിലുണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് റൗണ്ടിൽ കുറച്ചും കൂടി ക്രേസിനെസ് ആയിരുന്നു തോന്നുന്നു. നന്നായിട്ട് വെള്ളം തെറിപ്പിക്കലും ഒക്കെ ആയിരുന്നു. വെള്ളം നനഞ്ഞപ്പോൾ അയ്യോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നെങ്കിലും പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ പേഴ്സണലി ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിൽ എനിക്ക് പൊതുവേ ഉണ്ടല്ലോ വെള്ളത്തിലെ ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്. വെള്ളത്തിൽ ഇറങ്ങാൻ ഇഷ്ടമല്ലെങ്കിലും വെള്ളത്തിലെ ആക്ടിവിറ്റീസൊക്കെ എനിക്കിഷ്ടം. വാട്ടർ അങ്ങനത്തെ അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു തെറിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് അല്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഇവരാണ് കേട്ടോ. ഇവർ ഫ്രണ്ടിൽ പോയതുകൊണ്ട് ഇവർ ഫസ്റ്റ് എത്തി. അതിന് ശേഷമാണ് ഞങ്ങളും അവിടെ വന്ന് എത്തിയത് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്തെങ്ങാണ്ട് സ്ട്രക്കാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നിട്ടാണോ നമ്മൾ ആ സാധനം പെടൽ പോലത്തെ സാധനം അവർ പറയുമ്പോൾ നമ്മൾ തുഴയണം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം. പിന്നെ അതുപോലെ ഇരിക്കാൻ പറയുമ്പോഴേക്കും നമ്മൾ ഇപ്പം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് ഇറങ്ങിയിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല എക്സ്പീരിയൻസ് അങ്ങനെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അടുത്ത ആക്ടിവിറ്റിയിലേക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഹെൽമെറ്റും അതുപോലെ ലൈഫ് ജാക്കറ്റും എല്ലാം എടുത്തു വെച്ചു. അപ്പോൾ നമ്മൾ പറയുമായിരുന്നു ഗാഡ്ജറ്റ്സ് ഒന്നും എടുക്കാനും നന്നായി, ഫോണൊക്കെ അവിടെ വെച്ചത് നന്നായി. ഫോൺ ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ വെച്ചിട്ട് പോയത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ മുഴുവൻ നനഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്, അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയും ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഫോണൊന്നും എടുക്കില്ല എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവരവിടെ വെച്ചോളം പറഞ്ഞു, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കളഞ്ഞു പോയി അത്രയേ ഉള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കളഞ്ഞു പോയില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ അവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ അവിടെയും നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എണ്ണ ഉണ്ടായിരുന്നു, ഇത്രയും പേരെ ഒരെണ്ണത്തിലിരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ. ഇതുപോലൊരു വട്ടത്തിലാണ് ഈ സാധനത്തിന് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം അതിനകത്ത് എണ്ണ ഉണ്ടായിരുന്നു, ഇത്രയും പേരെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തു, ഇത്ര പേര് എത്ര പേരിൽ ഇരിക്കണം എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഇരിക്കുന്നിടത്തുനിന്ന് നമ്മൾ ഇതുപോലെ ഉന്തി അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിക്കണം. അതൊരു 1.5 മണിയായിരുന്നു സത്യം പറഞ്ഞാൽ. അത് മാത്രം ഇഷ്ടപ്പെടാത്ത പരിപാടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. അപ്പം ഞാൻ പോയെടുത്ത് ഞാനും പപ്പയും ആരോണും കൂടിയിട്ടാണ് ഞാൻ കയറിയിൽ പോയത്. പിന്നെ ഇതിനകത്ത് എനിക്കൊന്ന് ചേച്ചിയും മമ്മിയും ചേട്ടനും കൂടി ഒരെണ്ണത്തിൽ കയറി. പിന്നെ പിള്ളേർ ഡുങ്കുടും ശ്രേയും അതുപോലെ തന്നെ സച്ചു അതുപോലെ സമയം അവരെല്ലാവരും കൂടിയിട്ട് ഒരെണ്ണത്തിൽ കയറി. അങ്ങനെയാണ് പോയത്, ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ സ്പേസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കയറി. ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി നല്ല അടിപൊളിയായിരുന്നു. വെള്ളത്തിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വേവ്സും കാര്യങ്ങളൊക്കെ വരുന്നതും ആക്ടിവിറ്റീസ് നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ആ ഉരുട്ടി കൊണ്ടുപോകുന്ന പരിപാടി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നേരത്തെ ആക്ടിവിറ്റി പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം നല്ല രീതിയിൽ തന്നെ വരും, നല്ലൊരു ഡീപ്പ് ഉണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് വെള്ളം ഫുൾ നമ്മുടെ അതിനകത്തേക്ക് കയറും, ഫുൾ നനയുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇത്ര എണ്ണം എന്നല്ല, നമുക്ക് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇത് ചെയ്യാം. പക്ഷേ ഒരൊറ്റ പ്രശ്നം, നമ്മൾ വന്നിറങ്ങുന്നിടത്തായിരിക്കുമല്ലോ നമ്മുടെ ഈ സാധനം ഉള്ളത്. ഇത് നമ്മൾ പിന്നെയും ഉരുട്ടി നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിച്ച് നമുക്ക് പോകാം. അങ്ങനെ എത്ര വേണമെങ്കിലും ചെയ്യാമായിരുന്നു കേട്ടോ. ഞാനൊക്കെ പക്ഷേ ഒരു തവണ ചെയ്തുള്ളൂ. പിള്ളേരൊരു 2-3 തവണ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ അങ്ങോട്ട് ചുമന്ന് പോയി. അവരിത് ഒരു 2-3 തവണ അവരെന്തായാലും ചെയ്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ വാട്ടർ ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഫുൾ വെള്ളമൊക്കെ വീണ് നല്ല രസമായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ആദ്യത്തെ ആക്ടിവിറ്റി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്ട്രക്കായിരുന്നു. ആക്ച്വലി ഞങ്ങൾ അതിനകത്തല്ല സ്ട്രക്കായി, ഇതിനകത്താണ്. ആ ബ്ലൂ കളറിലെ ബോക്സസ് ഉണ്ടല്ലോ, ആ ബ്ലൂ കളർ ബോക്സസിൻ്റെ ഇടയിൽ ഒരു തവണ ഇങ്ങനെ സ്ട്രക്കാവും അങ്ങാണ്ട് ചെയ്തത്. പിന്നെ അത് നീങ്ങുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റത്തേലല്ലായിരുന്നു കേട്ടോ, ഇതിനകത്തായിരുന്നു അങ്ങനെ സ്ട്രക്കായിട്ടുണ്ടായിരുന്നത്. പിള്ളേർ കണ്ടില്ലേ 4 പേരും ഓരോ തവണയായിട്ട് ഇങ്ങനെ 2-3 തവണയായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം 3 പേര് കേട്ട് പോയി, പിന്നെ 4 പേര് പോയി അങ്ങനെ പോയിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെ പിടിച്ച് കൊണ്ടുപോകുമായിരുന്നു ചെയ്ത് കേട്ടോ. അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സർഫിംഗ് ആയിരുന്നേ. അത് ഒരു സർഫിംഗ് തന്നെയല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ സർഫിംഗ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു സെറ്റപ്പായിരുന്നു. ഇവിടെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെ വെള്ളം പുഷാവും. ഇവിടെ താഴെ സ്റ്റാഫ് ഉണ്ട്, അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൈ എങ്ങനെ വെക്കണം, കാലെങ്ങനെ വെക്കണം, അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ കൈ വിട്ട് പോയി ബാലൻസ് ചെയ്തിട്ട് വെള്ളം നമ്മുടെ ഈ സാധനത്തിന് ബോർഡിനെ അങ്ങോട്ട് ബാക്കിലോട്ട് പുഷ് ആവുകയാണെങ്കിൽ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. പിന്നെ വീണ്ടും ചെയ്യാം, ക്യൂവിൽ നിന്ന് നമുക്ക് ചെയ്യണം. അവിടെ വെയിറ്റിംഗ് ഉണ്ടാവുള്ളൂ. 2 സെക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 സെക്ഷനിലായിട്ട് ആൾക്കാർ ഓരോരുത്തരിലേക്ക് കയറ്റുള്ളൂ. പിന്നെ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കയറണമെങ്കിൽ.
ഈ ആക്ടിവിറ്റി പിന്നെ പപ്പയും ചേട്ടനും സമയം അതുപോലെ പിള്ളേരെല്ലാവരും കൂടിയാണ് കേട്ടോ ചെയ്തത്. ഞാനും ചേച്ചിയും മമ്മിയും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ സമയം കൊണ്ട് പോയിട്ട് പതുക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനോ അങ്ങനെയൊക്കെ എടുപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ കാണിച്ച് അങ്ങനെ കൈയൊക്കെ പിടിച്ച് നമുക്ക് എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നു. കാരണം ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ, നമുക്കറിയാത്തൊരു കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതുപോലെ വെള്ളം അങ്ങനെ പുഷ് ചെയ്ത് നമ്മൾ ബാക്കിലോട്ട് പോകണമെങ്കിലാണ് കേട്ടോ നമ്മൾ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക. ഡുമുഡു പിന്നെ ഒരുവിധമുള്ള എല്ലാ ആക്ടിവിറ്റീസും ട്രൈ ചെയ്ത് നോക്കുന്ന ടൈപ്പാണ് കേട്ടോ. അതിപ്പോൾ വെള്ളത്തിലാണെങ്കിലും ശരി, അല്ലാതെ റൈഡ്സിലാണെങ്കിലും എത്ര അഡ്വഞ്ചറസ് ആണെങ്കിലും അവൾ പേടിയൊക്കെയുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്ന ആളാണ്. അപ്പോൾ അവളതൊക്കെ അത് കാരണം ഇതൊക്കെ നല്ല രീതിയിൽ ട്രൈ ചെയ്യും, എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൈയൊക്കെ വീട്ടിൽ ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഞാൻ അവളപ്പം തന്നെ ചെയ്യലൊക്കെ നിർത്തുമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം അങ്ങനെ പിടിച്ച് നിൽക്കാനൊന്നും പറ്റിയില്ല, കാരണം ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ സച്ചു കയറിയ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചുവിനെ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ കുറേ ഞങ്ങൾ ശ്രമിക്കലായിരുന്നു. ആദ്യം കയറുന്നില്ലെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും കയറുന്ന കാണുമ്പോഴും പിന്നെ കുറേ പുഷ് ചെയ്യുന്നതിനോട് എനിക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ എല്ലാവരും കയറുന്ന കണ്ടപ്പോൾ എന്നാൽ ഞാൻ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കയറ്റിയതാണ് കേട്ടോ. പക്ഷേ അവൾ കിട്ടുന്നതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം മുഖത്തോട്ടടിക്കുന്നതൊന്നും അവൾക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അതായത് മുഖമൊക്കെ ഉണ്ട് ചുളിച്ച് വെച്ചിട്ടൊക്കെയായിരുന്നു. പക്ഷെ എന്നാലും ട്രൈ ചെയ്തു, അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ ട്രൈ ചെയ്തിട്ടുണ്ട്. സച്ചിനെ കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനും കൂടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ട്രൈ ചെയ്തപ്പോൾ ആദ്യത്തെ തവണ ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് പോയി. പക്ഷെ രണ്ടാമത്തെ തവണ ട്രൈ ചെയ്തപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടൊക്കെ കുറേ ചെയ്യാൻ പറ്റി കേട്ടോ. അവർ പറയുന്ന പോലെ കുറേ നേരം നിന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ക്ലിപ്പാണെന്ന് തോന്നുന്നു. സെക്കൻഡ് ക്ലിപ്പ് നമ്മൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെ സൂപ്പർ ആവാൻ പോവുകയാണെന്ന്. അപ്പം നമ്മളങ്ങനെ ക്ലിപ്പ് അങ്ങനെ എനിക്ക് കിട്ടിയില്ല ക്ലിപ്പ്. പക്ഷേ രണ്ടാമത്തേത് നല്ല അടിപൊളിയായിട്ടായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ തൊട്ടിപ്പുറത്തുനിന്ന് കടയിൽ നിന്ന് തന്നെ കഴിക്കാനായിട്ട് പിള്ളേർക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട് സ്നാക്കായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഫുഡും കൂടി അങ്ങ് കഴിച്ച് പോകുന്നുണ്ടായിരുന്നേ. വെള്ളത്തിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഇതോട് കൂടിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് വേറെന്തോ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയായിരുന്നേ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇതുപോലെ എന്താ പറയുക ഫോട്ടോ എടുക്കാനായിട്ട് കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഈ എന്താ പറയുക മുകളിലോട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താ പറയുക കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും അതെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആക്ടിവിറ്റിക്ക് പിന്നെ പിള്ളേരുടെ കൂടെ സനോജും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവരുടെ മേത്ത് നിന്ന് ഇങ്ങനെ ഒരു നമ്മുടെ സിപ്പ് ലൈൻ പോലെ ഇങ്ങനെ സാധനങ്ങൾ ഹുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹുക്ക് ചെയ്യുന്ന ഓരോ സ്ഥലവും ഹുക്ക് കറക്റ്റ് ആ ലൈനിൽ കൂടെ നീക്കി വേണം പോകണമെങ്കിൽ. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ എങ്ങാണ്ടൊരു എന്തായാലും പറഞ്ഞാൽ ഇങ്ങനെ ഊർന്ന് വരുന്ന സാധനം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ അവർ ഊർന്ന് വരലായിരുന്നു കേട്ടോ. ഈ സച്ചുനാണെങ്കിൽ ചില സമയത്തൊരു സ്വഭാവമുണ്ട്. അവൾ പറയും എനിക്ക് പോകണ്ടെന്ന് പറയും വലുതൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് പേടിയിരുന്നു കേട്ടോ. ഇവരെല്ലാവരും വന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് സച്ചു വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ അവൾ അവിടെ തന്നെ അവസാനം നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവളിങ്ങനെ ഇറങ്ങിപ്പോന്നു. ബാക്കി എല്ലാവരും നേരത്തെ ഇരുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനുണ്ട് ആ ടേബിളൊന്നും വൃത്തിയാക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഇവിടുന്ന് നമ്മൾ പിന്നെ അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് പോയി അവരെയും കൂട്ടി പിന്നെ നമ്മൾ വണ്ടി കയറി തിരിച്ച് നമ്മൾ പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഒരു ദിവസം കൂടി ഒക്ലഹോമയിലുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.